വെൽക്കം ബാക്ക് ടു വീക്ക്ലി ഔട്ട്ലുക്ക്. ഇറ്റ്സ് മി അൽത്താഫ് ഫ്രം കറൻസി പിപ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 3 പെയേഴ്സ് ആണ്, യൂറോ, GBP, ഗോൾഡ്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് യൂറോ ആണ്. യൂറോന്റെ വീക്ക്ലിയുടെ ടൈം ഫ്രെയിം ആണ് നോക്കുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള വീക്കിന്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം മേലോട്ട് പോവാം. ലോ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിയാൽ ഇവിടുന്ന് മേലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഡെയിലി ടൈം ഫ്രെയിമിന്റെ ഐഡിയം സ്വീപ്പ് ചെയ്തിട്ടാണ് മേലോട്ട് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ലോ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടി ഇവിടുന്ന് ഒരു ബൈ നോക്കാം. പിന്നെ 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ 4 ഹവറിൽ അടിയിലോട്ട് നമുക്ക് ബ്രേക്ക് സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മേലോട്ട് ഇവിടെ ലിക്വിഡിറ്റി, ഇതൊക്കെ ലിക്വിഡിറ്റി പൂളാണ്. ഇവിടുന്ന് മേലോട്ട് ഈ ലിക്വിഡിറ്റി എടുക്കാൻ ഈ ഒരു OBയിൽ വന്നിട്ട് മേലോട്ട് പോകാനും ചാൻസിൽ ഇവിടുന്ന് ഈ ഒരു സപ്ലൈന്ന് അടിയിലോട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു ബ്രേക്ക് സെക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് GBP ആണ്. GBPയിൽ ഇതേപോലെ തന്നെ വീക്കിലിയുടെ സപ്ലൈയിലാണ് ഓൾറെഡി നിൽക്കുന്നത്. വീക്കിലിയുടെ സപ്ലൈയിൽ ഇതേപോലെ തന്നെ പ്രീവിയസ് വീക്കിലിൻ്റെ ലോ സ്വീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ സപ്ലൈയിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്കോ ഒരു FAGలో ഓർഡർ ബ്ലോക്കോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു ഹൈ എടുത്തിട്ട് അടിയിലോട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. ലോ കൺഫർമേഷൻ നോക്കിയിട്ട് പിന്നെ 4 ഹവറിൽ വരുമ്പോൾ 4 ഹവറിൽ അതേപോലെ തന്നെ നമുക്ക് ഇതാണ് വാലിഡായ ലോ. ഈ വാലിഡായ ലോ ബ്രേക്ക് ചെയ്തില്ല. ഡിമാൻഡാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യണത്. ഇപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഒരു സപ്ലൈ ഒരു FAG തട്ടിയിട്ടാണ് അടിയിലോട്ട് വന്നത്. ഇവിടെ നമുക്ക് കൺഫർമേഷൻ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഈ ലോ അല്ലെങ്കിൽ ഈ ഹൈയോ ബ്രേക്ക് ചെയ്യണം. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നത്. പിന്നെ വരുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ നമുക്ക് ഈ ഒരു വീക്ക്ലിയുടെ ഐഡിയം എടുത്തിട്ട് ഇവിടുന്ന് ഈ ഒരു ഡിമാൻഡ് സോണിൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നു. വീക്ക്ലിയിൽ നമ്മൾ ബുള്ളിഷാണ്, ഓൾറെഡി നമ്മൾ ബുള്ളിഷാണ്, ഒരു മൊമെന്റം ക്യാൻഡിലാണ് വന്നത്. പിന്നെ അതേപോലെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതാണ് വ്യൂ. ഇവിടുന്ന് ഈ ഒരു ഐഡിയം എടുത്താൽ ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ് ഡെയിലിയിൽ. പിന്നെ 4 ഹവറിൽ വരികയാണെങ്കിൽ 4 ഹവറിൽ സെയിം തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള വീക്ക്ലിയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് സെക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ഒരു ഐഡിയമും ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു ഡിമാൻഡ് സോണിൽ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ കറക്റ്റ് ഇവിടുന്ന് ഒരു ഡിമാൻഡ് സോണിൽ ഇവിടുന്ന് ബൈ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു 4 ഹവറിലും വരുന്നത് ഈ ഒരു ഐഡിയം ഉണ്ട്, ഐഡിയം എടുത്തിട്ടില്ല. ഐഡിയം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സിംഗിൾ ക്യാൻഡിൽ OB ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബൈ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടിയിലോട്ട് വന്ന് ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്ത് ഇവിടുന്ന് ഒരു ലോ ടൈം ഫിലിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. ഈ 3 പെയേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള സപ്ലൈ ഡിമാൻഡ്സ് നോക്കിയത്. നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ നിങ്ങളേതായ കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.